അസ്സലാമു അലൈക്കും. എല്ലാവരും എൻ്റെ കഥകളൊക്കെ കേൾക്കാറില്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പിന്നെ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയുടെ അടുത്ത ഭാഗം കേൾക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മറക്കല്ലേ. സന്ദർഭം നോക്കാതെയുള്ള അവളുടെ അനാവശ്യമായ ചിരി കണ്ടതും ഷാഫിയും ദേഷ്യം മറച്ചു വെക്കാതെ ചോദിച്ചു, അല്ല, ഇത്ര ചിരിക്കാൻ മാത്രം ഞാൻ എന്തെങ്കിലും നിന്നോട് തമാശ പറഞ്ഞോ? നീ എന്തിനാ ഇപ്പോൾ ചിരിച്ചത്? ഷാഫിയുടെ മുഖത്തേക്ക് നോക്കാതെ അവൾ ഉറക്കച്ചടവോടെ പറഞ്ഞു, ആ, എൻ്റെ വായ മൂടിക്കെട്ടാളെ നിങ്ങളുടെയും നിങ്ങളെ വീട്ടുകാരെയും സിഹറോ മറ്റേ ആകും അല്ലേ? അത് മനസ്സിലായെന്ന് അറിയിക്കാമെന്ന് ചിരിച്ചതാ. മറുപടികൾ ഓരോന്നായി തൻ്റെ സമനില തെറ്റിക്കുന്നത് പോലെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രിയിൽ മറ്റുള്ളവരെ വായ മൂടിക്കെട്ട് ജീവിക്കുന്നത് കണ്ടു വളർന്നത് കൊണ്ടാണോ? അതോ എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ എൻ്റെ വീട്ടുകാർ സിഹറും ആചാരങ്ങളുമായി ജീവിക്കുന്നവരാണെന്ന്? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാണ് ഈ ഉദ്ദേശിച്ചത്? നിങ്ങളെന്തിനാ ചൂടാവുന്നതിന്? ഞാൻ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ ആയിരുന്നോ? അല്ല, നല്ല രീതിയിൽ സംസാരിക്കാൻ വന്ന എൻ്റെ സംസാര രീതി മാറ്റിയത് പാരാ? അവൾ ഒന്നും മിണ്ടിയില്ല. നിന്നോടാണ് ചോദിച്ചത്. എനിക്കറിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ന് വെച്ച് എന്നെ ഭയപ്പെട്ട് ജീവിക്കണം, കാണുമ്പോൾ അകത്തേക്ക് ഓടണം, തലതാരി സംസാരിക്കണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ വരുമ്പോഴേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നിൽക്കാതെ, എൻ്റെ മാനസികാവസ്ഥ അറിയാൻ നിൽക്കാതെ എന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ സംസാരം എൻ്റെ ഭാര്യയിൽ നിന്നും ഉണ്ടാവരുത്. അതെനിക്കിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും എനിക്കും ഇഷ്ടമല്ല, അത്ര തന്നെ. അവൻ്റെ ആ സംസാരം കേട്ടതും ഫെബിന മുഖത്തടിച്ചതുപോലെ ഇത് പറഞ്ഞതും ഷാഫിയുടെ സകല നിയന്ത്രണവും കൈവിട്ടു. അത് ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞത്? ഈ ദിക്ർ ചൊല്ലണമെന്നോ? പറയടി, ഞാൻ എന്താണ് നിന്നെ പരിഹസിച്ച് പറഞ്ഞത്? ഈ ദിക്ർ ചൊല്ലുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ? എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ തലയിലെ വെച്ചെങ്ങനെ ഓരോന്നും ചൊല്ലാനൊന്നും പറ്റില്ല. പിന്നെ എന്നെ എടിയെന്ന് വിളിക്കാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ല. എന്നാ എഴുന്നേക്കുമോൾ. എന്തിന്? എഴുന്നേൽക്കടി എന്ന് പറഞ്ഞ് കയ്യിലുള്ള ദിക്ർ എഴുതിയ കടലാസ് വലിച്ചെറിഞ്ഞ് അവൻ വാതിൽ ശക്തിയായി തുറന്നു. ആ ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റു. ഷാഫി വാതിൽ വലിയ ശബ്ദത്തോടെ വലിച്ചു തുറന്ന് മൊബൈൽ കയ്യിൽ കൊടുത്തു. വിളിക്ക് നിൻ്റെ വാപ്പാക്ക്, ഇപ്പോൾ ഇറങ്ങണം ഇവിടുന്ന്. എനിക്ക് അന്നെപ്പോലെ ഒരു പെണ്ണിന് ആവശ്യമില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ വീട്ടിലുള്ളവർ മുഴുവൻ അങ്ങോട്ട് വന്നതും എല്ലാം ഷാഫിയുടെ കയ്യിൽ നിന്നും പോകുന്ന സംഭവങ്ങളാണ് പിന്നീട് അവിടെ നടന്നത്. വാതിൽ വലിച്ചു ചോർന്ന ശബ്ദവും ഷാഫിയുടെ ശബ്ദവും കേട്ട ആ ഭാഗത്ത് വന്നവരിൽ നിന്നും, എന്താ ഷാഫി ഈ കാണിക്കണേ? ഈ ഫസ്റ്റത്തെ ദിവസം തന്നെ എന്താണ് പ്രശ്നം എന്ന് ഉമ്മ ചോദിച്ചു. ഇന്നേ വരെ കാണാത്ത ഭാവത്തോടെ നിൽക്കുന്ന ഷാഫി ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ഫെബിനയെ നോക്കി പറഞ്ഞു, ഉമ്മ, എനിക്ക് ഇവള് ശരിയാവില്ല കേട്ടോ. എനിക്ക് ഈ ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. ഇവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിക്കളി. എനിക്ക് നടക്കൂല. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഈ എന്തൊക്കെ ഷാഫി പറയണേ? അതിന് മാത്രം എന്തുണ്ടായി? ജ്യേഷ്ഠൻ ജമാലാണ് ഷാഫിക്കരികിലേക്ക് വന്ന് ചോദിച്ചു. ഇക്ക, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. ഞാൻ റൂമിൽ കയറിയത് മുതൽ തുടങ്ങിയതാണ് ഇവൾ ആളെ പരിഹസിക്കുന്ന പോലെയുള്ള സംസാരങ്ങൾ. അതെ, ഓളെന്താ പറഞ്ഞത്? ജ്യേഷ്ഠൻ വീണ്ടും ചോദിച്ചു. ഷാഫി അല്പം മടിയോടെയാണെങ്കിലും പറഞ്ഞു, ഫസ്റ്റ് ഡേ എല്ലാവരും ചൊല്ലുന്നൊരു ദിക്റുണ്ടല്ലോ, അത് ഞാൻ അവളോടൊന്ന് ചൊല്ലാൻ പറഞ്ഞപ്പോൾ, അവളുടെ കയ്യിൽ തലവെച്ച് ചൊല്ലാൻ പറഞ്ഞപ്പോൾ അവൾ പറയാ ഇവളെ വായ മൂടി കെട്ടാൻ വേണ്ടി നമ്മളെ വീട്ടുകാർ സിഹർ ചെയ്യാണെന്ന്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവൾ ആളെ പരിഹസിക്കുക. അതൊന്നും ചെയ്യാനും പറ്റില്ല അത്രേ, അവൾക്ക് ഇഷ്ടമല്ല അത്രേ. അവളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ എനിക്ക് അധികാരമുള്ളൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ ദിവസം തന്നെ ഇവരോടൊക്കെ പെരുമാറിയത് എങ്ങനെയാണെന്ന് നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നമ്മൾ ഇവളോട് എന്താണ് ചെയ്തത്? അവളിപ്പോൾ തന്നെ എന്താ ഇങ്ങനെ ഒരു സ്വഭാവം? ഇത് കണ്ട് ഫെബിനയോട് ജ്യേഷ്ഠൻ ജമാൽ ചോദിച്ചു, എന്താ ഫെബി ഇതൊക്കെ? ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളെങ്ങനെയൊക്കെ കാണിച്ചാൽ മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും? അവൻ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയല്ലേ ആ ദിക്ർ ചെല്ലാൻ പറഞ്ഞത്. ഇത് എല്ലാവരും ചെല്ലും, അല്ലാതെ സിഹറും മന്ത്രം ആയണമെന്നല്ല. ഇത് ചെല്ലുന്ന നമ്മൾ നബീൻ്റെ ചര്യയാണ്, നമ്മളെ നബി പഠിപ്പിച്ചതാണ്. ഇതൊക്കെ നിനക്കറിയില്ലേ? അറിയില്ലെങ്കിൽ അറിയുന്നവരെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതൊക്കെ ചെല്ലിയെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല.
തെറ്റ് പറ്റിയത് നിങ്ങൾ പരസ്പരം പറഞ്ഞവസാനിച്ച് ജീവിതത്തിലേക്ക് കടക്കൂ. രണ്ടാളും റൂമിലേക്ക് ചെല്ല്. ഒരു മൗനം കൊണ്ട് നേരിടേണ്ട ആ സന്ദർഭവും കൂടുതൽ വഷളാക്കിക്കൊണ്ട് ഫെബിന് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയൻ്റെ സൈഡ് നിൽക്കാനല്ലേ പറ്റൂ. അടുക്കളയിൽ പറഞ്ഞ കാര്യം വരെ എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ ഓതി കേൾക്കാൻ ഇവിടെ ആളുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ എവിടെ നിൽക്കാം? പിന്നെ എൻ്റെ തലയിലും ദേഹത്തുനിന്നേ ഓരോന്ന് ചെല്ലാനോ ഊതാനോ കെട്ടാനോ ഒന്നും പറ്റൂല. അതൊക്കെ എൻ്റെ ഇഷ്ടത്തോടെ അല്ലാതെ ചെയ്യാനും പറ്റൂല. വന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ തുടങ്ങി ചൊല്ലലും മുതലും. പക്വത തീരെയില്ലാത്ത ഒരുത്തിയുടെ അഹങ്കാരം കലർന്ന വാക്കുകൾക്ക് ആര് മറുപടി കൊടുക്കുമെന്നറിയാതെ നിൽക്കുമ്പോൾ പിന്നീട് സംസാരിച്ചത് ഉമ്മയായിരുന്നു. മോളെ, ഒരു ഭർത്താവ് അവളുടെ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞ് അന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ദിക്ർ ചെല്ലാൻ പറയുന്നത് സിഹറാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഷാഫി നിന്നോട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യാൻ പറഞ്ഞത്. ഈ വീട്ടിൽ എല്ലാവരും പഠിച്ചവനെ പേടിച്ച് ജീവിച്ചിരിക്കുന്നവരാണ് ഉള്ളത്. അപ്പോൾ ചെല്ലാനുള്ളത് ചൊല്ലും, ഊതാനുള്ളത് ഊതും. അതൊക്കെ ഇവിടെ ഉള്ളവർ ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങളതൊക്കെ മകൻ്റെ കല്യാണം ഉറപ്പിക്കാൻ വരുമ്പോൾ തന്നെ പറയണമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ബന്ധത്തിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. ആരോടാണ് സംസാരിക്കുന്നത് പോലും നോക്കാതെ മറുപടി കൊടുത്ത ഫെബിനയോട് നിൻ്റെ കുടുംബക്കാരുടെ നടത്തങ്ങൾ ദീനുണ്ടെന്ന് തോന്നിക്കൊണ്ട് തന്നെ പറയാതെ ഇരുന്നതാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, വേഷം മാത്രമേ ഉള്ളൂ, 10 പൈസൻ്റെ വിവരമില്ല എന്നുള്ളത്. വിളിക്ക് ഷാഫി ഓളപ്പാനെ. ഇവളെ ചുമക്കേണ്ട ഒരു ഗതികേടും നമുക്കില്ല. ഓളെപ്പം തന്നെ നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. ഓള് കണ്ടില്ലേ ഇന്നെ ഓളെ വർത്താനം. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഓളെ ഹാല്? അത് കേട്ടതും അതുവരെ മിണ്ടാതെന്ന് ഷാഫിയോട് ഒപ്പ് പറഞ്ഞു. ഏതായാലും നേരം വെളുക്കട്ടെ. ഈ രാത്രി ആ കുടുംബത്തിൻ്റെ സമാധാനം കളയണ്ട. ഇവിടെ ഏതായാലും പോയി. നിങ്ങളൊന്നും വിളിക്കണ്ട, ഞാൻ വിളിക്കാം. എനിക്കറിയാം എൻ്റെ ഉപ്പാനേക്ക് വിളിക്കാൻ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങനെ തരം താഴ്ത്തി സംസാരിച്ച് ഈ വീട്ടിൽ നേരം വെളുക്കോളം നിൽക്കാം. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോണ്ടേ എന്നും പറഞ്ഞ് ഫെബിന ഫോൺ എടുക്കാൻ റൂമിലേക്ക് കയറിയപ്പോൾ ഷാഫി സുറുമിയെ നോക്കി. ഷാഫിയോട് സുറുമി ക്ഷമയോടെ നിൽക്കാൻ പറഞ്ഞു. ഫെബിന റൂമിൽ കയറി ഉപ്പയോട് കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഫോൺ വെക്കുന്നത് എല്ലാവരും നോക്കി നിന്നു. അവൾ ഡ്രസ്സുകൾ എടുക്കാൻ അലമാര തുറന്നതും ഷാഫി പറഞ്ഞു, പിന്നെ നീ ഇട്ട് വന്ന ഡ്രസ്സും ആഭരണങ്ങളും അല്ലാതെ ഒന്നിലും തൊടരുത് കേട്ടോ. ആർക്ക് വേണം നിങ്ങളുടെ ഡ്രസ്സ്? അതിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നോ എന്നും പറഞ്ഞ് അവൾ സിറ്റൗട്ടിലേക്ക് നടന്നു. വാതിൽ തുറന്ന് ഒരു പേടിയുമില്ലാതെ ആ പുതിയ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് പോയ ഫെബിനയെ നോക്കി ഷാഫി വീട്ടുകാരുടെ പതുക്കെ പറഞ്ഞു, കണ്ടോ അവളുടെ ഒരു അഹങ്കാരം. സുറുമിത്ത അന്നേ പറഞ്ഞതാ ഇതെനിക്ക് ശരിയാവില്ല എന്ന്. അന്നെന്നെ വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവർക്കിടയിൽ നിന്നും ജ്യേഷ്ഠൻ അജ്മൽ സിറ്റൗട്ടിലേക്ക് ചെന്ന് അവളോട് പറഞ്ഞു, ഫെബി നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല കേട്ടാ. അകത്തേക്ക് വാ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു പരിഹരിക്കാം. എന്ത് പരിഹരിക്കാൻ ഇനി? എല്ലാവരുടെയും തനി സ്വഭാവം ഞാൻ കണ്ടല്ലോ. എനിക്കിനി ഒന്നും പരിഹരിക്കണ്ട. എനിക്ക് നിങ്ങളെ അനിയനെ വേണ്ട. ഞാൻ കുറേ ക്ഷമിച്ചതാ. കാണാൻ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് അയാൾക്ക് എവിടെയും കാണാത്ത കുറേ നിയമങ്ങളും നിബന്ധനകളും. ഒരു കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പെൺകുട്ടികൾ നിങ്ങളെ അടിമകളൊന്നുമല്ല. എല്ലാം സഹിച്ചിങ്ങനെ നിൽക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന ദിവസം ഒരു പെൺകുട്ടി പറയുന്ന ആ മറുപടികൾ കേട്ട് അന്തം വിട്ടു നിന്ന ജ്യേഷ്ഠൻ അജ്മലിനോട് ഷാഫി പറഞ്ഞു, കേട്ടല്ലോ, സമാധാനമായില്ലേ? അവളെ എന്ന് ഒരിക്കലും നന്നാക്കാൻ ആർക്കും കഴിയില്ല. ആരും മിണ്ടാതെ നിൽക്കുന്ന വിവാഹത്തിൻ്റെ മണവും നിറവും മാറിയിട്ടില്ലാത്ത ഷാഫിയുടെ വീട്ടിലേക്ക് അന്ന് ഷെയ്ത്താനും സൈന്യവും വന്നു കയറിയത് ആദമിൻ്റെ മക്കളുടെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന അവർക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദൗത്യവുമായിട്ടാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. വരാനിരിക്കുന്ന ജീവിതത്തിലെ കടുപ്പമേറിയ നിമിഷങ്ങളുടെ വേദനയറിയാതെ ഷാഫി തൻ്റെ അവസ്ഥകളിലേക്ക് നോക്കാൻ തുടങ്ങിയിരുന്നു. ആണിൻ്റെ ആഗ്രഹങ്ങൾക്ക് നിറം കൊടുക്കുന്ന പ്രിയപ്പെട്ടവളെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം നോക്കി കിട്ടിയ തൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സ് കളിയാക്കുന്ന പോലെ അവന് അനുഭവപ്പെട്ടു. ഷാഫി കൂടുതലൊന്നും ആലോചിക്കാതെ നെടുവീർപ്പെടുന്നത് കേട്ടവർക്കറിയില്ലല്ലോ. എല്ലാ തീരുമാനങ്ങളും വിധിക്കുന്നവൻ്റെ മുന്നിൽ അവൻ്റെ തല കുനിക്കലാണത്. വീട്ടുമുറ്റത്ത് വന്ന ആരുടെയോ സംസാരം കേട്ടതും എല്ലാവരും ചെന്നു. അവളുടെ ഉപ്പയും കുടുംബത്തിലെ 1-2 പേരുമുണ്ട്. ഉപ്പയെ കണ്ടതും ഷാഫിയുടെ ഉപ്പ കൈ പിടിച്ച് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇവളെ നേരത്തെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞങ്ങളാകെ ബേജാറായി. എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് ഭയന്ന് ഒറ്റയ്ക്ക് വരാൻ വയ്യാത്തത് കൊണ്ടാട്ടോ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ കൂടെ വിളിച്ചത്. അവർ പറഞ്ഞു നിർത്തിയപ്പോൾ ഷാഫിയുടെ ഉപ്പ പറഞ്ഞു, അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർ തമ്മിൽ എന്തോ വാക്കുതർക്കം ഉണ്ടായതാണ്. രണ്ടാർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ വില അറിയാത്ത പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്.
ഇതങ്ങോട്ട് കേട്ടതും ഷാഫി ഉപ്പ കാര്യം അറിയാതെ എന്നെയും ചേർത്ത് പറയത്. അവൾക്കാണ് ഇന്നത്തെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്ന് ബോധം ഇല്ലാത്തത്. ഞാനാണ് എല്ലാം തുടങ്ങി വെച്ചത്. അതോടെ സംഭവം സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ അവളുടെ ഉപ്പ ഫെബിനയോട് നോക്കി ചോദിച്ചു, എന്താ ഫെബി എൻ്റെ പ്രശ്നം? ഉപ്പച്ചി, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനിവിടെ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവർ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും ഓരോന്നാക്കി ചോദിക്കൽ. ഇവർക്ക് അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ പോലെ നമ്മളും സ്വത്തും മുതലൊക്കെ ഉള്ള ആൾക്കാരെന്ന് അറിയാൻ വേണ്ടിയായിരിക്കില്ലേ ചോദിക്കുന്നത്. ഇവിടേക്ക് വന്ന് കയറിയ ഞാൻ എന്തെങ്കിലും കഴിച്ചോ എന്നല്ലാതെ. ഇയാളെ ഉമ്മ ആദ്യം നോക്കിയത് എൻ്റെ പണ്ടത്തിൻ്റെ കണക്കാണ്. ഇനി എല്ലാം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ ചെന്നപ്പോൾ ഇല്ലേ ഇയാൾ എൻ്റെ തലയും പിടിച്ച് ഓരോന്നും ചെല്ലിയിരിക്കണം അത്രേ. കൂടെ ഇവരൊക്കെ പറയുന്നു നമ്മുടെ വീട്ടുകാർ ദീനും ഈമാനും ഇല്ലെന്ന്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഉപ്പച്ചി. ഉപ്പാനോട് ഞാനും ഉമ്മയും വന്നേ പറഞ്ഞതാ നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന്. എല്ലാം കേട്ടിരിക്കുന്ന അവളുടെ ഉപ്പ എന്തു പറയണമെന്നറിയാതെ തല താഴ്ത്തിയതും ഷാഫിയുടെ ജ്യേഷ്ഠൻ നൗഫൽ ചോദിച്ചു, ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിന് പിന്നെ നിങ്ങൾ എന്തിനാ സമ്മതിച്ചത്? അതിനുള്ള മറുപടിയും ഫെബിനയുടെ വകയായിരുന്നു. അതോടെ ആ വീട്ടിൽ പിന്നീട് നടന്നത് ആരെങ്കിലും കണ്ടാൽ നാട്ടുകാർ പറഞ്ഞു കൊടുക്കാൻ പാകത്തിലുള്ളതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.